ഇന്നത്തെ ദിവസം ആരംഭിച്ചത് തന്നെ നമ്മുടെ ഈ ഒരു തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനെയും അതിൻ്റെ അമ്മയെയും കണ്ടുകൊണ്ടാണ്. രണ്ടുപേരും പുഴയിൽ നിന്നും കുളിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എപ്പോഴൊക്കെ ഇവരെ കണ്ടാലും ഇവരുടെ കൂടെ വലിയൊരു കൂട്ടം ആനകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമായിട്ടാണ് നമുക്ക് പുഴക്കരയിൽ കാണാൻ സാധിച്ചത്. ഇവരിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കാര്യമാക്കണ്ട, കാരണം ഇവരിപ്പോൾ നടന്നു പോകുന്നത് ആ ഒരു കൂട്ടത്തിൻ്റെ അടുത്തേക്കായിരിക്കും. എന്തായാലും നമ്മുടെ ആ ഒരു ആനക്കുട്ടിയെ നമുക്ക് വളരെ അടുത്ത് കാണാനായിട്ട് ഇന്ന് സാധിച്ചു. കാര്യം പുഴയുടെ അക്കരയാണെങ്കിൽ പോലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് കാണാൻ പറ്റി. പുഴയ്ക്ക് അക്കരയിലൂടെയുള്ള നടത്തം കാണുമ്പോൾ നമ്മൾ കരുതും ഇവർ പുഴ കടന്നങ്ങ് പോവുകയാണെന്ന്. പക്ഷെ അല്ല, അവരതിൻ്റെ അരികു പിടിച്ച് നടന്നു വരുന്നത് പുഴ കടന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് കിടക്കുന്ന വഴികളുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വഴിയിലേക്കാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയേറെ ഷോർട്ട് കട്ടുകൾ മുന്നിലുണ്ടെങ്കിലും ആനകൾ സ്ഥിരമായി കിടക്കുന്ന വഴിയിലൂടെ മാത്രമായിട്ട് അവർ സഞ്ചരിക്കുകയുള്ളൂ. നമ്മൾ ഈ ഒരു ആനക്കുട്ടിയെ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2-3 വർഷത്തോളമായി. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു കുട്ടിയാനെ വളരെ കെയർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പിടിയാന കൊണ്ട് നടക്കുന്നത്. സാധാരണ ഈ ഒരു കുട്ടിയാനയുടെ കൂടെ മറ്റൊരു പിടിയാന കൂടി ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ അതിനെ കാണാനില്ല, അത് ചിലപ്പോൾ കൂട്ടത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടാവാം. എന്തായാലും ആ ഒരു പിടിയാനക്കൂട്ടം ഈ ഒരു കുട്ടിയെ വളരെ ശ്രദ്ധിച്ചാണ് കൊണ്ട് എപ്പോഴും നടക്കാറ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു കുട്ടിയാനയ്ക്ക് തുമ്പിക്കൈ ഇല്ലെങ്കിൽ പോലും അത് സ്വന്തമായിട്ട് തീറ്റയൊക്കെ തിന്നും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത് പറിച്ച് തിന്നുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കൂടുതലും പുഴ കിടക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. വെള്ളം കുടിക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. വെള്ളത്തിലിറങ്ങിയിട്ട് മുങ്ങിക്കിടന്നിട്ട് അത് വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അവർ പുഴയ്ക്കക്കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു പ്ലാനാണ്. എല്ലാ വർഷവും വിഷു എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു തുമ്പിക്കൈ ഇല്ലാത്ത കുട്ടിയാന അടങ്ങുന്ന പിടിയാനക്കൂട്ടം നമ്മുടെ നാട്ടിലെത്താറ്. ഈ വർഷവും പതിവൊന്നും മുടക്കിയില്ല, കറക്റ്റ് സമയത്ത് തന്നെ അവർ നാട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ഒരു തീറ്റയൊക്കെ ഉണ്ടാകുന്ന ടൈമൊക്കെ അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു കുട്ടിയെയും കൊണ്ട് പുഴയൊക്കെ കിടക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ടൈമിലാണ് നമ്മുടെ നാട്ടിൽ ഇവരെത്താറ്. ഇവർ നാട്ടിലെത്തുന്ന ഏകദേശം ആ ഒരു ടൈമിൽ തന്നെയാണ് വലിയൊറ്റക്കൊമ്പനും ടീമൊക്കെ ഇവിടെ എത്തുക. അപ്പം മൊത്തത്തിലൊരു ആനമയമായിരിക്കും ഇവിടെ ഫുള്ള്. എല്ലായിടത്തും ആനയായിരിക്കും. കാരണം വലിയൊറ്റക്കൊമ്പനൊക്കെ നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കുറഞ്ഞതൊരു 6 ആനയെങ്കിലും ഒപ്പം ഉണ്ടാവും. പിന്നെ ഈ ഒരു പിടിയാനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയും ഉണ്ടാവും ഒരുപാട് ആനകൾ. പക്ഷേ അതേസമയം നമ്മുടെ ഗണപതിയും മഞ്ഞക്കൊമ്പനൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ കാണുകയില്ല. അവർക്ക് ഈ ഒരു ടൈമിൽ മതപ്പാട് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ നാട് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗണപതി ആയാലും മഞ്ഞക്കൊമ്പനായാലും നമ്മുടെ നാട്ടിൽ കാണാത്തത്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെയും ഈ ഒരു പിടിയാനയുടെയൊക്കെ ഒരു ടൈമാണ്. ഞാനിത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് കുറേ പേര് വീഡിയോ ഇടുമ്പോൾ ഈ ഒരു ഗണപതിയുടെ കാര്യം ചോദിക്കാറുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ആളെ കാണണമെന്നുണ്ടെങ്കിൽ ആളെ മതപ്പാടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതിന് ഏകദേശം ജൂൺ ജൂലൈ ഒക്കെ ആവണം. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് ഇനി ആന തിരിച്ചു വരുള്ളൂ. എല്ലാ വർഷവും അവർ ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെയാണ് പോക്കും വരവൊക്കെ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമ്മുടെ ഈ ഒരു പിടിയാനയും കുട്ടിൻ്റെ ഒരു പുഴയുടെ നടുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഴ കിടക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ കുട്ടിയാന വളരെ ശ്രദ്ധിച്ചായിട്ട് നടക്കുന്നത്. ആ പിടിയാന ഏത് വഴിക്കാണോ പോണേ ആ ഒരു വഴിയിലൂടെ മാത്രമാണ് ആ ഒരു കുട്ടിയാനയും നടന്നു വന്നത്. വീഡിയോ ആദ്യം മുതൽ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും, ആദ്യം പുഴയ്ക്ക് അക്കരെ നടന്നപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടിയാന മുന്നിലായിരുന്നു. കാരണം അവർ വെള്ളത്തിലൊന്നുമല്ലല്ലോ, അപ്പോൾ കുട്ടിയാനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഓടി നടക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിടിയാന ഏത് വഴിക്കാണോ നടക്കണേ ആ വഴിക്ക് തന്നെ വേണം നമ്മുടെ ഒരു കുട്ടിയാനയും നടന്നു വരാനായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ വലിയ ആനയുടെ പിന്നിലൂടെയാണ് ആ ഒരു കുട്ടിയാന നടന്നു വന്നത്. അങ്ങനെ നടന്ന് അവർ ചെറിയൊരു ആഴമുള്ള ഭാഗം, അതായത് ഒഴുക്കുള്ളൊരു ഭാഗത്തേക്ക് എത്തിയേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒഴുക്കുള്ള സ്ഥലത്തും അമ്മയാന തന്നെയാണ് ആദ്യം ഇറങ്ങുന്നത്. അതിനുശേഷമാണ് ആ ഒരു കുട്ടി പതുക്കെ പതുക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ കുട്ടിയാനയ്ക്ക് ആവശ്യം പോലെ വെള്ളം കുടിക്കാൻ പറ്റും തോന്നുന്നു. ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട്. കുട്ടി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മയാന അപ്പുറത്തെ സൈഡിൽ സേഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുട്ടിയാന അപ്പുറത്തെ വഴി കൂടെ കയറി പാറപ്പുറത്ത് കയറും. ഇനിയിപ്പോൾ ആ ഒരു കുട്ടിയാനയ്ക്കും തള്ളയാനയ്ക്കും വളരെ ഈസി ആയിട്ട് ഇപ്പുറത്തേക്ക് എത്താം. കാരണം അവർ നല്ല ഒഴുക്കുള്ള ഭാഗം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഭാഗങ്ങളാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവർ പുല്ലൊക്കെ തിന്നിട്ടാണ് ഇപ്പുറത്തേക്ക് കിടക്കുള്ളൂ. കാരണം കുട്ടിയാനയ്ക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് പുല്ല് തിന്നാനായിട്ട് ഭയങ്കര ഈസിയാണ്. കാരണം ആളുടെ ഒപ്പമുള്ള പുല്ലുകളാണ് ഈ പുഴയ്ക്ക് നടുക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വേനൽക്കാല സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പുഴയിൽ ഇറങ്ങാനും ഇങ്ങനത്തെ പുല്ലുകളൊക്കെ തിന്നാനും ഭയങ്കര ഈസി ആയിരിക്കും. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുല്ലിൻ്റെ മേലെ കൂടെ ഒക്കെ വെള്ളമായിരിക്കുമല്ലോ, അപ്പോൾ കുട്ടിയാനയ്ക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഇതിന് തുമ്പിക്കൈയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു കറക്റ്റ് ടൈമിൽ അവർ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. മറ്റുള്ള ആനകൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കുട്ടിയാനയ്ക്ക് അത് സാധിക്കില്ലല്ലോ.
അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാവണം നമ്മുടെ ഈ ഒരു പിടിയാനക്കൂട്ടം ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിയാനയ്ക്ക് വേണ്ടി മാത്രം എത്ര ആനകളാണല്ലേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിലും നമ്മുടെ ഈ ഒരു ആനക്കൂട്ടത്തിൽ ഒരുപാട് ആനകളുണ്ട്. നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. അപ്പോൾ അവരൊക്കെ നേരത്തെ ഈ ഒരു പുഴ കടന്ന് പോയിട്ടുണ്ടാവാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പിടിയാനകളുണ്ടെങ്കിലും ഈ ഒരു പിടിയാനക്കൂട്ടം മാത്രമാട്ടോ ഈ ഒരു പുഴ സൈഡിൽ ഈ ഒരു ടൈമിൽ കിടന്ന് കറങ്ങാറുള്ളൂ. അതെല്ലാം നമ്മുടെ ഈ ഒരു കുട്ടിയാനയ്ക്ക് തീറ്റെടുക്കാനും വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അവരിപ്പോൾ പുഴയുടെ ഇക്കരെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവർ പുല്ലൊക്കെ തിന്നിട്ടാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഇതുപോലുള്ള വന്യമൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ പരമാവധി ദൂരെ നിന്ന് മാത്രം എടുക്കുക. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ സേഫ്റ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് ഭയങ്കര കലിപ്പൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ പെട്ടെന്ന് ഇവർ കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം വരാനും ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികൾ കൂടുതലുള്ള സമയത്ത്. അപ്പോൾ ദൂരെ നിന്ന് എടുക്കുമ്പോൾ ദൂരെ നിന്ന് ഇവരെ നോക്കി കാണുമ്പോൾ ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സേഫ്റ്റി, രണ്ടാമത്തെ കാര്യം അവരുടേതായ രീതിയിൽ അങ്ങ് നടന്ന് പൊക്കോളും. വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല കൂളായിട്ട് തന്നെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ അതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ചിലരെങ്കിലും വന്യമൃഗങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. കാരണം കൂടുതലും കാടാണല്ലോ ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും വന്യമൃഗങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ദൂരെ നിന്ന് മാത്രം കാണാം. പ്രകൃതി ആയാലും അതിലെ ജീവജാലങ്ങളൊക്കെ ആയാലും നമ്മൾ കണ്ട് ആസ്വദിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഒരു പുഴയ്ക്ക് ഇക്കരെ ഭാഗത്തേക്ക് എത്തി പതുക്കെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുട്ടി തീരെ ചെറുതായതുകൊണ്ടാട്ടോ അവർ ഇത്ര പതുക്കെ നടന്നു തന്നത്. നമ്മുടെ കുട്ടി ഇതിനിടയ്ക്ക് പുല്ലൊക്കെ പറിച്ച് തിന്നുകൊണ്ടാട്ടോ നടന്നു വരുന്നത്. അപ്പോൾ അമ്മയാനയ്ക്കറിയാം അത് പുല്ലൊക്കെ തിന്ന് പതുക്കെ വരുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയാനയും വളരെ പതുക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇവർ ഇത്ര സ്ലോയിൽ നടന്നു വരുന്നത് കൊണ്ടായിരിക്കാം ഇവരുടെ മുന്നേ പോയ കൂട്ടത്തിനൊപ്പം ഇവർക്ക് എത്താൻ പറ്റാണ്ട് പോയത്. എന്തായാലും ഇവർ നടന്ന് ഇപ്പോൾ വരുന്നത് നമ്മുടെ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പിടിയാന നമ്മുടെ ആ ഒരു കുട്ടിയാനയും കൊണ്ട് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വളരെ ദൂരെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് ആനകൾക്കും ഇപ്പോൾ വളരെ കൂളായിട്ട് നടന്നു പോകാനായിട്ട് പറ്റുന്നത്. പിന്നെ കൂട്ടത്തിലെ കുട്ടികൾ എപ്പോഴും ഇച്ചിരി വികൃതി ആയിരിക്കുമല്ലോ, അതിപ്പോൾ കാണാനുണ്ട്. നമ്മുടെ കുട്ടിയാന റോഡ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റ ഓട്ടാണ്. പക്ഷെ നമ്മുടെ പിടിയാന ഇപ്പോഴും വളരെ കൂളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ ഒരു കുട്ടിയെ വളരെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.